ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നാടൻ കോഴി വറുത്തരച്ച കറിയാണ്. അതിനു വേണ്ടിയിട്ട് നാടൻ കോഴി തന്നെയാണ് എടുത്തിരിക്കുന്നത്, ബ്രോയിലർ ചിക്കൻ അല്ല. അതിനു വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തതാണ്. നാടൻ കോഴി കറി വെക്കാനായിട്ട് എടുക്കുമ്പോൾ കുറച്ച് സ്കിന്നോട് കൂടിയതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് സ്കിൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിൻ ഔട്ടായിട്ടുള്ള ചിക്കൻ എടുത്താലും മതി. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഗരം മസാല ആദ്യം തയ്യാറാക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 8-10 അല്ലി വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്, 3-4 കഷ്ണം പട്ട, ഒരു ഏലക്ക, 3-4 ഗ്രാമ്പു, ഒരു തക്കോലം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇത്രയും ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഗരം മസാല പൊടിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രം അരച്ചെടുത്താൽ മതി. ഇനി ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ചിക്കൻ കഴുകുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുള്ളത്. നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ഗരം മസാലയുടെ കൂട്ട്, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചുവന്നുള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 100-120 ഗ്രാം ഉണ്ടാവും. ഈ കറിയിലേക്ക് സവാള ഒട്ടും തന്നെ ഞാൻ ചേർക്കുന്നില്ല. അതുകൊണ്ട് ചുവന്നുള്ളി മാത്രമാണ് എടുത്തേക്കുന്നത്. അതാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഒരു പ്രഷർ കുക്കർ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കനും ചുവന്നുള്ളിയും എല്ലാം കൂടെ ചേർത്തിട്ട് 2 വിസിൽ കേൾക്കുന്നവരെ ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഈ ചിക്കന് കുറച്ച് വേവുള്ളതായതുകൊണ്ട് ഇത് വേകാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേണം നമ്മളിത് പ്രഷർ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു 1.5-2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അതായത് ഒരു 1/4 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് കുക്കർ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 3/4 ഭാഗം വെന്താൽ മതി. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 3/4 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ മുറി തേങ്ങയുടെ പകുതിയാണ് ചിരകിയെടുത്തിരിക്കുന്നത്. അതിലേക്ക് 8-10 ചുവന്നുള്ളി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കാം. തേങ്ങ വറക്കുമ്പോൾ ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്താൽ നമ്മൾ കല്ലിൽ വെച്ചിട്ട് അരച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്താലും നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് കിട്ടും. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും കൂടെ ചേർത്തിട്ട് ഒരു 2 മിനിറ്റും കൂടെ നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പം മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയൊക്കെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇപ്പോൾ ചിക്കൻ 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലക്കൂട്ടൊക്കെ അരച്ചതും കൂടെ ചേർത്തിട്ട് ഒരു പാനിൽ വെച്ചിട്ട് നന്നായിട്ട് പറ്റിച്ചെടുക്കാം. എന്നിട്ട് ആ വറുത്തരച്ച തേങ്ങയുടെ കൂട്ടുകൂടി ചേർത്തിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. തേങ്ങയും മുളകും ഒക്കെ വറുത്തത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ വേവിക്കുമ്പോൾ അതിൽ കുറച്ച് ചാറുള്ളത് കൊണ്ട് ഞാൻ ഈ അരപ്പ് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് കലക്കി ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരു ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഈ കറിയിലേക്ക് ചേർക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ ഞാൻ വിട്ടുപോയി. അത് നമ്മൾ കുക്കർ അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ തേങ്ങാക്കൊത്ത് ചേർത്തിട്ട് ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ ചിക്കനും കൂടെ ഇട്ട് വേവിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ വേവിച്ചതിന് ശേഷം പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ വേറൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഈ തേങ്ങാക്കൊത്തൊന്ന് വറുത്തിട്ട് ഇതിലേക്ക് ചേർക്കുകയാണേ. ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 6-7 മിനിറ്റും കൂടെ കുക്ക് ചെയ്യാം. അപ്പോഴത്തേക്കും ബാക്കി ചിക്കൻ വേകാനുള്ളത് വെന്തും കിട്ടും, ഈ ചാറൊക്കെ ഒന്ന് കുറുകിയിട്ടും വരും.
ഇപ്പോൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കടുക് വറക്കാനായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക്, കുറച്ച് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത്, 2 ഉണക്കൽ മുളക്, കുറച്ച് കറിവേപ്പില. ഇത്രയും നല്ല ബ്രൗൺ കളർ ആകുന്നവരെ വറുത്തിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം.